ഇത് മാസ് മോട്ടോഴ്സിലാണ്. നമ്മൾ ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നിലവിൽ നമ്മുടെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ പുകയുടെ പ്രശ്നമാണ്. അതായത് ഓയിൽ കത്തിയിട്ട് ഓയിൽ ലെവൽ കുറഞ്ഞു പോകാം. അപ്പോൾ നമ്മൾ സിലിണ്ടർ കിറ്റ് മാറ്റുന്നുണ്ട്. അതേപോലെ തന്നെ വാൽവിൻ്റെ ഗൈഡ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ ആ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കണക്ടർ റോഡിന് പ്ലേ ഉള്ള കേസ് കൃത്യമായിട്ട് മുമ്പിലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യേണ്ട, അതായത് എഞ്ചിൻ സംബന്ധമായിട്ട്, അതായത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ വർക്കൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഇത് മാത്രമാണ് നമ്മൾ ചെയ്യണേ. അതായത് സിലിണ്ടർ കിറ്റ് മാത്രമാണ് നമ്മൾ മാറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓൾറെഡി വാറണ്ടിയുടെ കേസൊന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ കിട്ടും എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കണക്ടർ റോഡ് അത്യാവശ്യം പ്ലേ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞതിൻ്റെ കേസ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കുകളൊന്നും നമുക്ക് എയർ ഫിൽറ്റർ മാറ്റിയിടാനുണ്ട്. എയർ ഫിൽറ്റർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മോശമായിട്ടുണ്ട്. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ, അതേപോലെ സിലിണ്ടർ കിറ്റ്, അതിനോടനുബന്ധിച്ചുള്ള വർക്കുകൾ കേട്ടോ. അപ്പോൾ നമ്മൾ സിലിണ്ടർ കിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 3000 രൂപ കോസ്റ്റ് വന്നുണ്ട്. ഹീറോൻ്റെ കമ്പനി ജെനുവിൻ പാർട്സ് ആണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ വരുമ്പോൾ നമുക്ക് 170 രൂപ ഉണ്ട്. പിന്നെ കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്. അതിൻ്റെ സ്ലോ ജെറ്റ് നമുക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്ലോ ജെറ്റ് മാറ്റിയിട്ടുണ്ട്. അത് സ്ലോ ജെറ്റ് എന്ന് പറയുന്നത് ഈ കിടക്കുന്ന യൂണിറ്റ് കേട്ടോ. അത് ഈ ചെറിയൊരു പീസ്. പിന്നെ നമുക്ക് അതിൻ്റെ സിലിണ്ടർ കിറ്റുന്ന സിലിണ്ടർ, പിസ്റ്റൺ, റിങ്സ് അടങ്ങുന്നതാണ് കിറ്റായിട്ട് തന്നെ. അതിൻ്റെ 1-2 ഗ്യാസുകൾ അതിനകത്ത് ഉണ്ടാവും. പിന്നെ ഹെഡിൻ്റെ കേസ് ക്ലിയർ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ വാൽവ് മാറ്റിയിട്ടുണ്ട്. കമ്പനി വാൽവ് കിറ്റ് മാറ്റിയതിന് ശേഷം അതിൻ്റെ ഗൈഡ് മാറ്റി റീസെറ്റ് ചെയ്ത് എടുത്താണ് കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിലിണ്ടറിൻ്റെ മായി ബന്ധപ്പെട്ട വർക്ക്, അതൊരു ഹാഫ് എഞ്ചിൻ വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഇവിടെ നിന്ന് ഇടയ്ക്കുള്ള ഭാഗം. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള കണക്ടർ റോഡിന് പ്ലേ ഉള്ളതുകൊണ്ട് തന്നെ കംപ്ലയിൻറ്റ് വരാനുള്ളൊരു ചാൻസ് നിലനിൽക്കുന്നുണ്ട്. നമ്മൾ മുൻകൂട്ടി പറഞ്ഞേക്കണമെന്നുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിക്ക് മുമ്പ് എവിടെയോ അഴിച്ചിട്ടാണ് അതിൻ്റെ ഈ റബ്ബർ ടൈപ്പ് ഗ്യാസ്കറ്റ് മൗണ്ടൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് ഇതിവിടെ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യുമ്പോഴാണ് കാണുന്നത് ഈ ഭാഗത്ത് എഞ്ചിൻ കേസിൻ്റെ ഈ പോർഷൻ പൊട്ടൽ വീണിരിക്കുന്നുണ്ട് കേട്ടോ. പൊട്ടൽ വീണിരിക്കുന്നുണ്ട് സൈഡ്. അപ്പോൾ അത് നിലവിൽ പ്രോബ്ലം ഒന്നുമില്ല. കാരണം ഇവിടെ ലീക്കേജോ കാര്യങ്ങളൊന്നും വരാനായിട്ടില്ല. കാരണം ഈ ഗ്യാസ്കറ്റ് ഇവിടെ കവർ ചെയ്ത് പോകും. പക്ഷേ ഓൾറെഡി അങ്ങനെ ഒരു ഡാമേജ് ഉണ്ട്. നമുക്ക് നമ്മളിപ്പോൾ അഴിച്ചതുകൊണ്ട് കൃത്യമായിട്ട് നമ്മുടെ ഭാഗം ഇൻഫോം ചെയ്യണമെന്നുള്ളൂ. കാരണം അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് നിലവിലുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ പറഞ്ഞേക്കുന്ന കേസ് മാത്രമാണ് നമ്മൾ ചെയ്യണേ. പറഞ്ഞ എസ്റ്റിമേറ്റും പ്രകാരം അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ള വർക്കാണ് ചെയ്തത്. പിന്നെ കാർബറേറ്റർ ക്ലീനിങ്ങും സൈലൻസർ കൂടി. സൈലൻസർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്കാണ്. സൈലൻസർ ക്ലീൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ക്ലിയറായി കിട്ടും എന്നുള്ളത് കാരണം അതിനും മാത്രം കരി അതിനകത്തുണ്ട്. അപ്പോൾ അത്രയും ഭാഗമാണ് നമ്മൾ ചെയ്യണം കേട്ടോ. വർക്ക് ചെയ്യാൻ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. വർക്ക് കംപ്ലീറ്റ് ആക്കിയാൽ അതിൻ്റെ ബില്ല് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്തു. ഓക്കെ.